നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിന് 5000 രൂപ കൈക്കൂലി. KSEB സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി നസീറാണ് പിടിയിലായത്. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തി. സഞ്ചാരികളുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. വയസ്സുകാരിക്ക് പീഡനം. യുവാക്കൾക്കെതിരെ പോക്സോ കേസ്. ഒരാൾ പിടിയിൽ. കൊല്ലം കടക്കലിലാണ് സംഭവം. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം. യുവാവ് പിടിയിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. കൊല്ലത്തായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ KSEB സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി നസീറാണ് പിടിയിലായത്. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിന് 5000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് ഇയാൾ പിടിയിലായത്. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിനായി 5000 രൂപ കൈക്കൂലി വാങ്ങിയ KSEB സബ് എഞ്ചിനീയറെയാണ് വിജിലൻസ് പിടികൂടിയത്. കൊട്ടിയം തഴുത്തല സ്വദേശിയായ നസീറാണ് പിടിയിലായത്. കൊല്ലം വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ബൈജു SS-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കുമ്മല്ലൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫുഡ് പ്രോസസിംഗ് കമ്പനിയുടെ ഉടമയിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. 6 മാസം മുമ്പാണ് സ്ഥാപനത്തിലേക്ക് പുതിയ കണക്ഷനായി ഉടമ KSEBയെ സമീപിച്ചത്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് കണക്ഷൻ നൽകാതെ സബ് എഞ്ചിനീയർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ കണക്ഷൻ അനുവദിക്കണമെങ്കിൽ 5000 രൂപ കൈക്കൂലി നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സ്ഥാപന ഉടമ കൊല്ലം വിജിലൻസ് യൂണിറ്റിൽ പരാതി നൽകിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് കൈക്കൂലി പണം വാങ്ങുന്നതിനിടെയാണ് സബ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രം നവീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ നവീകരണം സാധ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മൃഗാശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കും. 258.8 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. നിലവിലുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളോടുള്ള സ്നേഹവും കരുതലും സഹാനുഭൂതിയും നമ്മൾ മനുഷ്യരോടുള്ളതുപോലെ തന്നെ നമുക്ക് ജന്മന ഉള്ളതാണ്. അത്രമേൽ കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ടാണ് എങ്കിലും പെറ്റ് എന്ന ആ ഒരു വൈകാരികമായ അടുപ്പത്തിലായാലും നമുക്ക് മൃഗങ്ങളുമായി വലിയ ബന്ധം, പക്ഷികളുമായും എല്ലാം വലിയ ബന്ധമാണ്. തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. മൃഗസംരക്ഷണ വകുപ്പൊക്കെ കുറച്ച് ചെയ്യാനുള്ളതാ. പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ. എത്രത്തോളം സ്ഥാപനങ്ങളും എത്രത്തോളം ആവശ്യങ്ങളും എത്രത്തോളം പ്രയോജനപ്രദവും ആയ സാമൂഹികമായി നമുക്ക് ഒരുപാട് ഗുണപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന, ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ്. പരിമിതികളെ അവസരങ്ങളായി കണ്ടുകൊണ്ട് അതൊരു സ്നേഹപൂർവമായ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്യമിടുക, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുക. ഏറ്റവും മികച്ച മൃഗസംരക്ഷണ വകുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് 5 വർഷക്കാലത്തെ പ്രവർത്തനത്തില് മുഖ്യമായ ഇനമായി കാണുവാൻ ആഗ്രഹിക്കുന്നത്. വാക്സിനേഷൻ കിറ്റ് മന്ത്രി കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ രമാജി ഉണ്ണിത്താൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ S ഷീജ, കൊട്ടാരക്കര പ്രോജക്ട് ഓഫീസർ S ദീപ്തി, ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ ഹരീഷ്മ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മന്ത്രി ബിന്ദു കൃഷ്ണ, KSRTC MD പ്രമോദ് ശങ്കർ എന്നിവർ കൊല്ലം KSRTC ഡിപ്പോ സന്ദർശിച്ചു.
ഡിപ്പോയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും ചേർന്നു. KSRTC ഡിപ്പോയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സംബന്ധിച്ച തുടർ നടപടികൾക്കായാണ് മന്ത്രി ബിന്ദു കൃഷ്ണയും കോർപ്പറേഷൻ MD പ്രമോദ് ശങ്കറും ഡിപ്പോയും ഗ്യാരേജും സന്ദർശിച്ചത്. ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും ചേർന്നു. ഗ്യാരേജിലെത്തിയ മന്ത്രിയെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പ്രായോഗിക പരിശീലനം തേടുന്ന വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. ഗ്യാരേജിൽ പുതിയ ഡിപ്പോ നിർമ്മിക്കുന്നതിന്റെ പ്രായോഗികതയും മന്ത്രി ആരാഞ്ഞു. ഗ്യാരേജിൽ ജീവനക്കാർ വിശ്രമിക്കുന്ന സ്ഥലത്തെത്തി അവിടുത്തെ ശോച്യാവസ്ഥ കണ്ടറിഞ്ഞു. ഡ്രൈവർമാർ അടക്കമുള്ളവരോട് പരിചയം പുതുക്കാനും മന്ത്രി മറന്നില്ല. പ്രിയദർശിനി ബസ്സുകളിലെ യാത്രക്കാരികളോട് യാത്രാ ചെലവിലുണ്ടായ കുറവ് ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. മിച്ചം വരുന്ന തുക സമ്പാദ്യമാക്കി മാറ്റണമെന്നും ഉപദേശിച്ചു. യാത്രക്കാർക്കൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. ഈ ഇത്രയും സ്ഥാപനങ്ങൾ പ്രോജക്ട് ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം ഇവിടെ നിൽക്കുമ്പോൾ ഈ കെട്ടിടം അനുമതി കിട്ടണമെങ്കിൽ തന്നെ പാർക്കിംഗിന് പ്രത്യേക സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പഞ്ചായത്തിനല്ലേ ഉത്തരവാദിത്തം. പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് തന്നെ ഈ പണിയാണ് ചെയ്യുന്നത്. അതിക്രമിച്ച് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തിനെതിരായിട്ട് കോടതി ഉത്തരവുണ്ട്. ഇന്ന് നൽകുന്ന കേസ് നിലവിലുണ്ട്. എഴുകോൺ ജംഗ്ഷനിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കെട്ടിടങ്ങളിലെ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതേ തുടർന്ന് LDF അംഗങ്ങളും വ്യാപാരികളും യാത്രക്കാരും പഞ്ചായത്തിനോട് നോ പാർക്കിംഗ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഇതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിന്റെ സ്ഥലമല്ല, പഞ്ചായത്തിന്റെ വണ്ടിക്ക് ഇടുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ വണ്ടി എടുത്തത് മുമ്പും ഭരണസമിതിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. അന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയാക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ വണ്ടി നാട്ടുകാരെ വണ്ടി വെക്കാൻ പാടില്ല, ശരിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പകര സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ KSRTC സൗജന്യ യാത്ര കൊടുത്താൽ മാത്രം പോയത്. നാട്ടിൽ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 2 വീലറുമായിട്ട് വരുമ്പോൾ അവരെ ബൈക്ക് വെക്കാനുള്ള സംവിധാനം കൂടെ കൊടുക്കണം. അതും പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് സ്ത്രീകളാണ്, അവരുടെയും കൂടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. രാവിലെ കൊച്ചു കുട്ടികൾ രാവിലെ പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പഞ്ചായത്ത് പ്രമാണമായി ഞങ്ങളൊന്നും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഞങ്ങളെടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടില്ലേ? പൊതുജനങ്ങൾ സെക്രട്ടറി എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് നമ്മളും കൂടെ അറിഞ്ഞാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമാണ്. സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് ശേഷം എഴുകോൺ പഞ്ചായത്ത് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തി. സഞ്ചാരികളുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച. വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകളാണ് ഉപയോഗിച്ചത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന 2 ബസ്സുകൾക്ക് സാധുവായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തു. സർവീസിനായി ഉപയോഗിച്ചിരുന്ന 37 സീറ്റുകളുള്ള 3 ബസ്സുകളും 27 സീറ്റുകളുള്ള 2 ബസ്സുകളും ഉൾപ്പെടെ 5 ബസ്സുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നുവെന്നാണ് വിവരം. 3 ബസ്സുകൾ സ്ഥലത്ത് നിന്ന് മാറ്റിയതായും സംശയമുണ്ട്. പാലരുവി വെള്ളച്ചാട്ടം നിലവിൽ വനംവകുപ്പിന്റെ തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. പാലരുവി ജംഗ്ഷനിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതിനാൽ അധികൃതർ ഒരുക്കുന്ന ബസ് സർവീസുകളെയാണ് സഞ്ചാരികൾ ആശ്രയിക്കുന്നത്. തിരക്കേറിയ സീസണുകളിൽ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്തും സർവീസ് നടത്താറുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ
സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര ആശങ്കയും ഉയർത്തുന്നു. കൊക്കകളും കുത്തനെയുള്ള വളവുകളും നിറഞ്ഞ വനപാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ചെറിയ അപകടം പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന പാതയാണിത്. ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. എന്നാൽ ഇവയെല്ലാം അട്ടിമറിക്കപ്പെട്ടാണ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും വരുമാനമായി ലഭിക്കുന്നത്. സഞ്ചാരികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് യഥാസമയം പുതുക്കുന്നതിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണെന്ന ചോദ്യവും ഉയരുന്നു. ഓഫ് സീസണിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും രേഖകളുടെ പുതുക്കലും പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിക്കാറുണ്ടെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ലെന്ന വിമർശനവും ശക്തമാണ്. ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് സർവീസ് തടസ്സപ്പെടാതിരിക്കാൻ നിലവിൽ ഒരു ട്രാവലറും വാടകയ്ക്കെടുത്ത 3 KSRTC ബസ്സുകളും ഉപയോഗിച്ചാണ് സർവീസ് തുടരുന്നത്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. KSTA നേതൃത്വത്തിൽ ധർണ നടത്തി. സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക, ഡ്യൂട്ടിയുള്ള അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം ചിന്നക്കടയിലാണ് ധർണ നടത്തിയത്. സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് നൽകുക, വിദ്യാലയ പ്രവർത്തനം താളം തെറ്റാതിരിക്കാൻ ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA നേതൃത്വത്തിൽ ചിന്നക്കടയിൽ ധർണ നടത്തിയത്. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ചയെ തുരങ്കം വയ്ക്കുന്ന പ്രതിലോഭ നടപടികളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് PV രാജേഷ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും പ്രതിലോഭകരമായി പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയാണ്. സാധാരണയായി അധ്യാപകരെ അങ്ങനെ സ്ഥലം മാറ്റാറില്ലായിരുന്നു. പക്ഷെ അധ്യാപകരെയും നോക്കിപ്പിടിച്ച് സ്ഥലം മാറ്റുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. KSTA സംസ്ഥാന സെക്രട്ടറി സഖാവ് BJ ബിനീഷ്, അതുപോലെ തന്നെ മറ്റു സഖാക്കൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിന് വിധേയമാവുകയാണ്. പ്രതികാര ബുദ്ധിയോടുകൂടി അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഏറ്റവും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച പ്രിൻസിപ്പളായിരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്ന സഖാവ് S ജവാദിനെ സോഷ്യൽ മീഡിയയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ വിരമിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സസ്പെൻഡ് ചെയ്തൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ അധ്യാപകരോടും ജീവനക്കാരോടും പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നയങ്ങളിൽ നിന്നും ഈ ഗവൺമെന്റ് പിന്മാറണം. സ്ഥലമാറ്റ നടപടികൾ കാര്യമായ ഏറ്റവും നിയമപരമായ സ്ഥലമാറ്റ നടപടികൾ പൂർത്തീകരിക്കണം. ജില്ലാ പ്രസിഡന്റ് VK ആദർശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ RB ശൈലേഷ് കുമാർ, MS ഷിബു, J ശശികല, ജില്ലാ സെക്രട്ടറി S സന്തോഷ് കുമാർ, ട്രഷറർ VS ബൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് മെഗാ യോഗ പ്രദർശനം സംഘടിപ്പിക്കും. 21-ന് വൈകിട്ട് 4-നാണ് പ്രദർശനം. ചേതന യോഗയും കൊല്ലം ജില്ലാ യോഗ അസോസിയേഷനും സംയുക്തമായി കൊല്ലം ബീച്ചിലാണ് യോഗ പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ചേതന യോഗയും കൊല്ലം ജില്ലാ യോഗ അസോസിയേഷനും സംയുക്തമായാണ് കൊല്ലം ബീച്ചിൽ 21-ന് വൈകിട്ട് 4-ന് 1000-ഓളം പേർ അണിനിരക്കുന്ന മെഗാ യോഗ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. മുൻ മന്ത്രി KN ബാലഗോപാൽ യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആധുനിക കാലത്ത് യോഗയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് സംഘാടകർ പറഞ്ഞു. നേരത്തെ ഒരു പ്രാവശ്യം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ കൊല്ലം ബീച്ചിൽ നടത്തി. അതേപോലെ തന്നെ ഒരു ഗംഭീര പരിപാടിയാണ് ഞങ്ങളിപ്പോൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു മാധ്യമങ്ങളിൽ ഒരു കവറേജ് കിട്ടണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. കൊല്ലം ജില്ലാ യോഗ അസോസിയേഷന് നമ്മുടെ ജില്ലയിൽ നമ്മൾ സാധാരണ 300-നും 500-നും ഇടയിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ചാമ്പ്യൻഷിപ്പ് നടത്താം. ആ ചാമ്പ്യൻഷിപ്പിൽ നിരവധി പേർക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും നാഷണലിൽ പങ്കെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രൈസും അതുപോലുള്ള ഉപഹാരങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഭൂഗോളത്തിൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗ
നമ്മുടെ പരമ്പരാഗത യോഗയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പരമ്പരാഗത യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്താണ് നമ്മൾ അതിൻ്റെ വ്യക്തിമുദ്ര പതിച്ചുകൊണ്ട്. എന്നാൽ ഇന്ന് ആധുനിക യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മറ്റു മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതായത് ആരോഗ്യ പരിപാലന രംഗം, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, അതേപോലെ കായിക മേഖല, അതിനെല്ലാം ഉപരിയായിട്ട് തൊഴിൽ മേഖലയിൽ പോലും ഇന്ന് നമ്മൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റസ് ലൂക്കോസ് അധ്യക്ഷത വഹിക്കും. മുൻ MP പി രാജേന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിക്കുമെന്ന് യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ്, സെക്രട്ടറി ജയ ജെ, ട്രഷറർ വിനീത, ചേതന യോഗ സെക്രട്ടറി ചന്ദ്രസേനൻ B, ആശ അഭിലാഷ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 7 വയസ്സുകാരിക്ക് പീഡനം, യുവാക്കൾക്കെതിരെ പോക്സോ കേസ്, ഒരാൾ പിടിയിൽ. കൊല്ലം കടക്കലിലാണ് സംഭവം. കോവൂർ സ്വദേശി സച്ചുവാണ് അറസ്റ്റിലായത്. 7 വയസ്സുള്ള കുട്ടിയെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് മിഠായി വാങ്ങി നൽകി കുട്ടിയെ യുവാവ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി പലതവണ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുന്നത് കുട്ടിയുടെ ബന്ധു കണ്ടു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് യുവാക്കൾ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി വരികയായിരുന്നുവെന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത കടക്കൽ പോലീസ് യുവാക്കളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുട്ടിയെ പീഡിപ്പിച്ചു വന്ന സച്ചുവിനെയാണ് കോവൂർ ഭാഗത്തു നിന്നും കടക്കൽ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് എടുത്ത രണ്ടാമത്തെ കേസിൽ മറ്റൊരു പ്രതി ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന ബജറ്റ് വെടിക്കെട്ടിലെ ആകാശ വിസ്മയമാണെന്ന പരിഹാസവുമായി BJP സംസ്ഥാന സെക്രട്ടറി MD രമേശ്. വെറും കൺകെട്ട് ബജറ്റാണിത്. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രസംഗം മാത്രമായി ബജറ്റ് മാറിയെന്നും MD രമേശ് പറഞ്ഞു. സംസ്ഥാന ബജറ്റ് വെടിക്കെട്ടിലെ ആകാശ വിസ്മയമെന്ന പരിഹാസവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. കാണാനും കേൾക്കാനും ഭംഗിയുണ്ട്, പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യവുമായി പൊരുത്തപ്പെടാത്ത ബജറ്റാണെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നു, പക്ഷേ അത് പൂർത്തീകരിക്കാനുള്ള ധനമാർഗം എവിടെയെന്നും MD രമേശ് ചോദിച്ചു. സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ ബജറ്റിലില്ല. ആളുകളെ പറ്റിക്കാനായുള്ള കൺകെട്ടാണ് ഈ ബജറ്റ്. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രസംഗം മാത്രമായി ബജറ്റ് മാറിയെന്നും MD രമേശ് ആരോപിച്ചു. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ മറ്റൊരു ആവർത്തനം. ഒരു പ്രകടന പത്രിക എന്നല്ലാതെ, കുറെ സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ, അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ എവിടെയും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ആകാശ വിസ്മയം മാത്രമാണ്, പൊട്ടിത്തീരുന്നതേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗിയുണ്ടാവുമെന്നല്ലാതെ പിന്നെ എവിടെയും അത് കാണാൻ വേണ്ടി പോകുന്നത്. പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ, ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു കൺകെട്ട് സർക്കസ് ആയിട്ട് മാത്രമേ ഇന്നത്തെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം വൈഷ്ണവിനെ അനുമോദിച്ചു. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ വൈഷ്ണവിന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു. സൗത്ത് ഏഷ്യൻ ഗെയിംസായ സോഫ്റ്റ് ബേസ്ബോൾ ടീമിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു. അതിൽ യൂത്ത് കാറ്റഗറിയിലാണ് ഞാൻ പങ്കെടുത്തത്. യൂത്ത് കാറ്റഗറിയിൽ 6 ടീമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഫൈനലിലേക്ക് എത്തി. നേപ്പാളായിട്ടായിരുന്നു മത്സരം. നേപ്പാളിനെ നല്ല സ്കോറോട് നേപ്പാളിനെ തോൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യ കിരീടം നേടി യൂത്ത് ടീമിൽ. അങ്ങനെ അതേ കണക്കാണ് സീനിയർ ബോയ്സും കിരീടം നേടി, സീനിയർ ഗേൾസും കിരീടം നേടി. ഇതിനോട്ട് ഞാൻ ആദ്യം സോഫ്റ്റ് ബോളാണ് കളിച്ചു തുടങ്ങിയത്. 6ാം ക്ലാസ് തൊട്ടേ സോഫ്റ്റ് ബോൾ കളിച്ച് ഒരു 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞു. അത് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ വന്ന് +1 ആയപ്പോഴത്തേക്ക് ഇത് സോഫ്റ്റ് ബേസ്ബോൾ എന്ന ഗെയിമും ഉണ്ട്. ബേസ്ബോൾ മാത്രമുള്ള ഒരു ഗെയിമും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബേസ്ബോളും കളിച്ചു തുടങ്ങി. ബേസ്ബോളിൽ സ്കൂൾ തലം വിജയിച്ചു. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം അഞ്ചൽ കോമളം സ്വദേശി വൈഷ്ണവിനാണ്
സ്വീകരണം നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ വൈഷ്ണവിനെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS ഷിജു, പഞ്ചായത്ത് അംഗം സുജി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം SJ മോഹൻ വൈഷ്ണവിന്റെ വീട്ടിലെത്തി അനുമോദിച്ചു. അഞ്ചൽ പഞ്ചായത്തിലെ കോമളം ഗ്രാമം ഇന്ന് അത്യാവശ്യത്തിലാണ്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനത്തിൽ വിജയം കരസ്ഥമാക്കി വന്ന വൈഷ്ണവ് ഇന്ന് കായിക ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതിഭ ആയി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബവും ഈ ഗ്രാമവും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം തന്നെയാണ്. ആ സന്തോഷത്തിൽ ഒരു നിമിഷം പങ്കുചേരാനും വൈഷ്ണവിനെയും അതോടൊപ്പം കുടുംബത്തെയും എല്ലാം അഭിനന്ദിക്കുന്നതിനും ആശംസകൾ നേരാനും സ്വീകരിക്കുന്നതിനുമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അല്പനേരം കുടുംബത്തോടൊപ്പം പങ്കുചേരാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്നതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം, യുവാവ് പിടിയിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു സംഭവം. KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം കാട്ടിയ തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. ശനിയാഴ്ച പുലർച്ചെ 3:15 സംഭവം. യുവതിയുടെ പരാതിയെ തുടർന്ന് ബസ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഈ സമയം ആന്റണി ബസ്സിൽ നിന്നും ഇറങ്ങിയോടി. യാത്രക്കാർ പിന്തുടർന്ന് പിടികൂടിയാണ് ഇയാളെ പോലീസിനെ കൈമാറിയത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സംഭവം. ബസ്സിൽ കയറിയത് മുതൽ ഇയാൾ ശല്യക്കാരനായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം സബ് ഡിവിഷനിൽ തുടക്കമായി. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. യുവജന കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരായ ശക്തമായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അടുത്ത 1 മാസ കാലയളവിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഫ്ലാഷ് മോബുകൾ, സൈക്കിൾ റാലികൾ, പൊതുജന പങ്കാളിത്ത പരിപാടികൾ എന്നിവ കൊല്ലം സബ് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ M ഹേമലത പറഞ്ഞു. പ്രൗഡ് പ്രോജക്റ്റ് ആയിട്ട് റീസെന്റ് ഇറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദി ഓണറബിൾ Chief Minister and Home Minister. So this project is not only an enforcementന്റെ ഭാഗം മാത്രമല്ല, തുഫാൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നോട്ട് ഓൺലി കേസ് പിടിക്കുന്നത്, കേസിൻ്റെ എണ്ണം കാണിക്കുന്നത് മാത്രമല്ല. സോ ഡ്രഗ് മിനേസ് അങ്ങനെ പറയുന്ന ഒരു വിഷയം, ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് ആൻ ടെക്നിക്കൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സോഷ്യേറ്റൽ ഇഷ്യൂ. അങ്ങനത്തെ ഒരു കാര്യത്തെ പബ്ലിക്കിനെ എടുത്തു പോകാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്രയും വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രിവെൻഷൻ, എൻഫോഴ്സ്മെൻറ്റ്, ഡി അഡിക്ഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് കംപ്ലീറ്റ് ഒരു 4-pronged അപ്രോച്ച്ഡ് ആയിട്ടാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് നമുക്ക് റൂൾ ഔട്ട് ചെയ്തിരുന്നത്. ആൻഡ് എവറി ഡിസ്ട്രിക്ട്സ് ഇസ് വർക്കിംഗ് ഓൺ ദാറ്റ്. സോ എസ്പെഷ്യലി ഐ താങ്ക് ഫാത്തിമ കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഇത്രയ്ക്കും ആപ്റ്റായിട്ടുള്ള ഒരു ഓഡിയൻസും ഇത്രയും നല്ല ഒരു ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കാനും പോലീസായിട്ട് ഇത്രയും സഹകരിച്ച ഫാദർ ആൻഡ് മാനേജ്മെന്റ്, ഐ വിഷ് ടു താങ്ക് യു ഓൾ, ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. അഡീഷണൽ SP ദിനിൽ JK അധ്യക്ഷത വഹിച്ചു. കൊല്ലം ACP TR രാജേഷ് സ്വാഗതം പറഞ്ഞു. നർക്കോട്ടിക് സെൽ ACP റോബർട്ട് സോണി, DCRB ACP അനന്തലാൽ, ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ജോസഫ് ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ മനോഹർ മുല്ലശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഫാത്തിമ മാതാ കോളേജ് നർക്കോട്ടിക് സെൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഷഫി ക്ലാസ് നയിച്ചു. കോളേജ് കോർഡിനേറ്റർ ടൈറ്റസ് AR നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വായനാ മാസാചരണത്തിന് കൊല്ലത്ത് തുടക്കമായി. PRDയും PN പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായാണ് മാസാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അടുത്ത മാസം 18-ന് സമാപിക്കും. ജില്ലാ പഞ്ചായത്ത്, ലൈബ്രറി കൌൺസിൽ, വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് വായനാ മാസാചരണത്തിന് തുടക്കമായത്. വായന ശീലമാക്കുക, ആഴത്തിലുള്ള വായന പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മാസാചരണം സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുകയുള്ളൂവെന്ന് കളക്ടർ പറഞ്ഞു.
അത്തരത്തിൽ വളരെ കാലിക പ്രാധാന്യമുള്ള ഒപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട വായന ഉള്ള ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വായന നമുക്ക് ലോകത്തിലെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ലോകത്തിന്റെ മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കുവാനും ഒപ്പം ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്താ പറയുന്നത്, സങ്കടം എന്ന് പറയട്ടെ, ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഡിജിറ്റൽ വേൾഡിലേക്ക് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഡിജിറ്റലൈസേഷൻ നമുക്ക് വേണ്ടാന്നല്ല, ടെക്നോളജി നമുക്ക് വേണ്ടാന്നല്ല, എന്നാൽ ആവശ്യത്തിലധികം സമയം ഇത്തരം ഗാഡ്ജറ്റ്സിനെ നമ്മൾ ആശ്രയിക്കുന്നത് മൂലം വായനയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ട സമയം വളരെയധികം കുറഞ്ഞു പോകുന്നു. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ R മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു. SN എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ K ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി GR കൃഷ്ണകുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി ജ്യോതി KS, അഡ്വക്കേറ്റ് കൈപ്പുഴ രാമോഹൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് MS പ്രശാന്ത്, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിന് 5000 രൂപ കൈക്കൂലി. KSEB സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി നസീറാണ് പിടിയിലായത്. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തി. സഞ്ചാരികളുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. വയസ്സുകാരിക്ക് പീഡനം. യുവാക്കൾക്കെതിരെ പോക്സോ കേസ്. ഒരാൾ പിടിയിൽ. കൊല്ലം കടയ്ക്കലിലാണ് സംഭവം. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം. യുവാവ് പിടിയിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. കൊല്ലത്തായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.